മക്കളെ, ഈ വീഡിയോയിൽ മിസ് കുറച്ച് മിസ്റ്റേക്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതൊക്കെ വേസ്റ്റ് ആവും. കാരണം നിങ്ങളുടെ മാർക്സ് കുത്തനെ കുറയാൻ ഈ മിസ്റ്റേക്സ് മതി. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാതിരിക്കരുത്. കാരണം ഈ മിസ്റ്റേക്സ് നിങ്ങൾ എക്സാം ഹാളിൽ എന്തായാലും ഒഴിവാക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു വർഷത്തെ അല്ലെ 2 വർഷത്തെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ റിസൾട്ട് തരാൻ പോകുന്ന ഒരു ദിവസമാണ് നമ്മളുടെ എക്സാം ഡേറ്റ് അല്ലെ May 4th നമ്മൾ എഴുതാൻ പോകുന്ന നീറ്റ് 2025. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ എന്തായിരിക്കണം, ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് വരുത്താൻ സാധ്യതയുള്ള എല്ലാ മിസ്റ്റേക്സും അവോയ്ഡ് ചെയ്തുകൊണ്ടായിരിക്കണം എൻ്റെ കുട്ടികൾ എക്സാം എഴുതേണ്ടത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് OMR ബബ്ലിങ്ങിലാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. കാരണം നിങ്ങൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, എത്രയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഈ OMR ബബ്ലിങ്ങിൽ നിങ്ങൾ നല്ലപോലെ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്താണ് ശ്രദ്ധക്കുറവ് മൂലം നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് റിസൾട്ട് മാറാൻ ഈ ഒരൊറ്റ കാര്യം മതി. എന്നുവെച്ചാൽ പേടിപ്പിക്കുകയല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് OMR ബബിൾ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾക്ക് വരുത്താൻ ചാൻസ് ഉള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോകും. ലാസ്റ്റ് സമാധാനത്തോടു കൂടി ലാസ്റ്റ് OMR ബബിൾ ചെയ്യാലോ എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചധികം വർക്കൗട്ടൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച ആൻസർ ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക അല്ലേ. അപ്പം ഇത് നമ്മൾ ലാസ്റ്റിലേക്ക് വയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലാസ്റ്റ് സമയം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് വാച്ചൊന്നും കെട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമുക്ക് സമയം അറിയാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് വെറും 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂറിൽ 180 ക്വസ്റ്റ്യൻസും നിങ്ങൾ നല്ലപോലെ വായിച്ച് മാർക്കൊക്കെ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവസാനം നിങ്ങൾക്ക് സമയം കിട്ടാതെ ആയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭീകരമായിരിക്കും അല്ലേ. ആകെ കൂടെ ടെൻഷനാവും, അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, അങ്ങനെ പ്രശ്നമാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇതൊരു സാമ്പിൾ മിസ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പേപ്പർ കിട്ടുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏതാണോ A ആണെങ്കിൽ A, B ആണെങ്കിൽ B, അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങളിതിപ്പോൾ ഇവിടെ അടുത്തത് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്തു, അപ്പം തന്നെ നമ്മളിത് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഉറപ്പിക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തത് A ആണ്, ഓക്കെ A മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ മൂന്നാമത്തെ C ആണ്, 3 മാർക്ക് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ നേരെ ആയിരിക്കണം അത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലാതെ രണ്ടാമത്തതിൽ പോയിട്ട് A എന്ന് മാർക്ക് ചെയ്യരുത്. നമ്പർ മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റും. ഓക്കെ, കംപ്ലീറ്റ് ആ ഓർഡർ മാറിപ്പോവും. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ അപ്പോൾ തന്നെ OMR ഷീറ്റിൽ അത് ബബിൾ ചെയ്യുക. ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കറക്റ്റായിട്ട് ആ വട്ടം നിങ്ങൾ ഫില്ല് ചെയ്യണം. ഒന്നിലധികം ആൻസേഴ്സ് ഫില്ല് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒന്നിലധികം ആൻസേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് വാല്യുവേഷൻ ചെയ്യില്ല. ഓക്കെ, ഒറ്റ ഒരു കാര്യം മാത്രം ബബിൾ ചെയ്യാൻ പാടുള്ളൂ, ഒറ്റൊരു ആൻസർ. റെഡി? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, ആൻസർ മാർക്ക് ചെയ്താൽ അപ്പോൾ തന്നെ മാർക്ക് ചെയ്യുക. ഒരു കാരണവശാലും ലാസ്റ്റിലേക്ക് വെക്കരുത്. ലാസ്റ്റിലേക്ക് വെക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. കാരണം നമുക്ക് സമയം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ആകെ കൂടെ ഒരു ടെൻഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ മാറി ബബിൾ ചെയ്ത് പോകും. കംപ്ലീറ്റ് റിസൾട്ട് മാറാൻ ഈ ഒരൊറ്റ കാര്യം മതി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, നമ്മൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മാർക്ക് ചെയ്യണം. രണ്ടാമത്തേതായിട്ട് എക്സാം അനാലിസിസ് ആണ്. എക്സാം അനാലിസിസ് എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല, പക്ഷെ ഇപ്പോഴെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് വരാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെല്ലാവരും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് നിങ്ങൾ പിന്നെ നോക്കാറുണ്ടാവില്ല അല്ലേ. ടെസ്റ്റ് എഴുതി മാർക്ക് കിട്ടി കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ശരിയായിട്ടുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ തെറ്റായിട്ടുണ്ടാവും. അപ്പോൾ തെറ്റ് വന്ന ഭാഗങ്ങൾ നിങ്ങൾ നോക്കുക. ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് എനിക്ക് തെറ്റി, ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിയത് എന്തായതുകൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. അപ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റ് കറക്റ്റ് ചെയ്യണം. രണ്ടാമത്തതായിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മളെന്താണ് മാത്സിൽ എന്തെല്ലോ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ നിങ്ങളുടെ ആ ഒരു കണക്ക് കൂട്ടലിൽ എന്തോ പ്രശ്നമാണ്, നിങ്ങളുടെ കറക്ഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ ടെൻഷൻ അടിച്ച് മാറിപ്പോയതാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ടെൻഷൻ അടിക്കുമ്പോൾ എനിക്ക് മാറി ബബിൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ അനലൈസ് ചെയ്യുക.
ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പോൾ ഇത്രയും കാലം നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ മാർക്ക് ചെയ്ത് ജസ്റ്റ് നിങ്ങളിപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതാൻ പോകുന്ന ഓഫ്ലൈൻ ടെസ്റ്റാണ്. OMR ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് നെറ്റിൽ കുറേ OMR നീറ്റ് സാമ്പിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, PDF. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, കുറച്ച് പ്രിൻ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് OMR ഷീറ്റിൽ തന്നെ കറക്റ്റ് ടൈം വെച്ച് തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്ക് അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവുള്ളൂ നമ്മുടെ എക്സാം ഹാളിൽ. റെഡി? അടുത്തതായിട്ട് എൻ്റെ മക്കൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 1 മാർക്കാണുള്ളത്, 1 മിനിറ്റാണുള്ളത്. ഓക്കെ, പെർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മിനിറ്റാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഒത്തിരി ടൈം നിങ്ങൾ കൊടുക്കരുത്. എനിക്കിതിപ്പോൾ ഓർമ്മ കിട്ടും, ഇതും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടുമല്ലോ. അങ്ങനെ നിങ്ങൾ കളയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ടൈം ഒരു കാരണവശാലും വേസ്റ്റ് ചെയ്യരുത്. അതിനുവേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് 3 റൗണ്ട് സ്ട്രാറ്റജി. എന്താണ് 3 റൗണ്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും, 1 2 3 4 5 6. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വായിക്കുന്നു. അപ്പോൾ വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടിയെന്ന് കരുതാം. നിങ്ങൾക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ അപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് A ഉണ്ടാവും, B ഉണ്ടാവും, C ഉണ്ടാവും, D ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ C ആണെന്നുണ്ടെങ്കിൽ C അപ്പം തന്നെ നിങ്ങൾ ബബിൾ ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചിട്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് ഈസി ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻ. അത് നമ്മൾ അപ്പോൾ തന്നെ മാർക്ക് ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തേതായിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നു, നമുക്ക് അറിയാം പക്ഷെ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. നിങ്ങൾ അതിൻ്റെ മുകളിൽ അവിടെ സമയം സ്പെൻഡ് ചെയ്ത്, ഇത് എനിക്ക് ഇപ്പം തന്നെ കിട്ടും, ആലോചിച്ചാൽ ഇപ്പം തന്നെ കിട്ടും എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളെ നഷ്ടപ്പെടുത്തും, നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തും. അപ്പോൾ 1 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് സമയം എടുക്കും എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് റൗണ്ട് ഇട്ട് വെക്കുക. ഓക്കെ, റെഡി? ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇത് നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത് നിങ്ങൾ ചെയ്തു, നിങ്ങളിപ്പോൾ ഇവിടെ നമ്മൾ ബബിൾ ചെയ്തു, ഇതെനിക്ക് മനസ്സിലായി, ഇത് D ആണ്. അപ്പോൾ നിങ്ങളത് അപ്പം തന്നെ മാർക്ക് ചെയ്തു. അതിൻ്റെ നേരെ ഒരിക്കലും ഇവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്യരുത്. ഇത് നമ്മൾ എന്താണ് വട്ടൊട്ട് വെച്ചതാണ്, നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഇതൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയം എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൗണ്ട് ഇട്ടിട്ട് വെക്കാം, എന്തായാലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടഫ് എന്നോ അല്ലെങ്കിൽ അത് സ്ക്വയർ ആയിട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതൊന്ന് മാർക്ക് ചെയ്യുക. അതായത് ഇത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എനിക്കിത് കുറച്ചധികം സമയം വേണ്ടി വരും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക നമ്മുടെ ക്വസ്റ്റ്യൻസിനെ, ഈസി, മീഡിയം, ടഫ്. ഇത് നിങ്ങൾ ഓരോ തവണ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് പോകുമ്പോൾ തന്നെ ചെയ്യണം. ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പം തന്നെ ചെയ്ത് അങ്ങനെ ഒരു റൗണ്ട് നിങ്ങൾ ആ 180 ക്വസ്റ്റ്യൻസും പോയിരിക്കണം. റെഡി? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തു, ആ കംപ്ലീറ്റ് മാർക്സ് നിങ്ങളുടെ ഉണ്ടാവുമല്ലോ. യെസ്, അത് ഉറപ്പിച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്നുകൂടെ പോകും. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം, ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഈ വട്ടൊട്ട് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് മീഡിയം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുറച്ചധികം സമയം കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി വായിച്ചത് എനിക്ക് ഓർമ്മ കിട്ടും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് വായിച്ചു, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഇത് B ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ നിങ്ങൾ വട്ടൊട്ട് വെച്ച ക്വസ്റ്റ്യൻസിലൂടെ രണ്ടാമത്തെ റൗണ്ട് പോവാം. അപ്പോൾ നമുക്ക് ഏകദേശം കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യുക, വെറുതെ നെഗറ്റീവ് മാർക്സ് വാരി കൂട്ടരുത്. റെഡി? ഇതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ടൈം, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 3rd റൗണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുക. അവിടെ നിങ്ങൾക്ക് ടഫ് ആണെന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു 3 റൗണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോയെങ്കിൽ നിങ്ങളുടെ മാർക്സ് നിങ്ങൾക്ക് എവിടെയും പോവില്ല. കിട്ടി? ഓക്കെ, അടുത്തതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളായിട്ട് വായിക്കണം എന്നുള്ളത്. അപ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 1 മിനിറ്റിലധികം കൂടുതൽ സമയമെടുത്ത് വായിക്കുന്ന മക്കളുണ്ട് അല്ലേ? പക്ഷേ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിക്കില്ല. ഒന്നാമത് നമുക്ക് അറിയുന്നുണ്ടാവില്ല, പിന്നെ നമ്മൾ കുറേ തവണ വായിച്ചിട്ടുണ്ടാവും. തെറ്റ് വരുന്നത് ഈസി ക്വസ്റ്റ്യൻസിനാണ്. പ്രത്യേകിച്ച് ബയോളജിയിൽ ഈസി ക്വസ്റ്റ്യൻസിനാണ് തെറ്റ് വരിക. അതെങ്ങനെയാണ് ഈസി ക്വസ്റ്റ്യൻസ് തെറ്റാവുക? മക്കളെ, ക്വസ്റ്റ്യൻസ് ഈസി ആകുമ്പോൾ നമുക്കൊരു ടെൻഡൻസിയാണ് സ്പീഡിൽ മാർക്ക് ചെയ്യാൻ. നമ്മൾ ആ കംപ്ലീറ്റ് ഓപ്ഷൻസ് വായിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ ഭയങ്കര ഒരു ധൃതിയിലായിരിക്കും, എനിക്ക് അറിയാം അല്ലേ? ചാറ്റിൽ തന്നെ അങ്ങനെ
ഒത്തിരി ഞാൻ കാണാറുണ്ട്. കംപ്ലീറ്റ് ഓപ്ഷൻസ് വായിക്കാതെ വേഗം ചാടിക്കേറി ആൻസർ പറയും. അപ്പോഴവിടെ ഈസി ക്വസ്റ്റ്യൻസിന് നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻ ആണോ, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളത് 2 തവണ വായിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റായിട്ടാണോ വായിച്ചത്, ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റായിട്ടാണോ മനസ്സിലാക്കിയത്, ഓപ്ഷൻസ് ഞാൻ കറക്റ്റായിട്ട് വായിച്ചോ, 4 ഓപ്ഷൻസ് ഞാൻ വായിച്ചോ. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകും ഓപ്ഷൻസ്: എ കറക്റ്റ്, ഓക്കെ, ബി കറക്റ്റ്, സി റോങ്, എ ആൻഡ് ബി ബോത്ത് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ ആ 4th ഓപ്ഷൻ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം വായിച്ച എയിൽ പോയി മാർക്ക് ചെയ്യും, നിങ്ങളുടെ മാർക്ക് പോകും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈസി ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിച്ചിട്ടുണ്ടാവണം. ഇനി നമ്മളുടെ എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണിത്. കീ പോയിൻ്റ് ഇസ് റിവിഷൻ. റിവൈസ് ചെയ്യുക. കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ ഉള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. ഒരാഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ ആ വീക്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെ നിങ്ങൾക്ക് ടഫാണെന്നുള്ള തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറേ ടൈം കൊടുക്കാതെ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ ക്രാഷ് കോഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ മോക്ക് ടെസ്റ്റുകൾ എടുക്കാം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ആ ഒരു എക്സാം ഫീൽ വരിക. അത് തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു OMR ഷീറ്റ് വെച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതല്ല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും എടുക്കാം. നമ്മുടെ ബാച്ചിലാണെങ്കിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്, നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, കാര്യങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. കാരണം എക്സാം ഡേ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. എത്രയോ മക്കളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് തരുന്ന ദിവസമാണ്. അപ്പോൾ ഈ മിസ്റ്റേക്സ് കാരണം അവരുടെ ആരുടെയും മാർക്ക് പോവാതിരിക്കട്ടെ. മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.